ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു റിഫോസ് കുക്കിംഗ് ചാനൽ. ഇന്ന് ഞാൻ ഇതിൽ കാണിക്കുന്നത് ചിക്കൻ കുറുമയുടെ റെസിപ്പിയാണ് കേട്ടോ. ചപ്പാത്തിയുടെയും പൊറാട്ടയുടെയും ഗീ റൈസിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി ചിക്കൻ കുറുമയാണ് കേട്ടോ. പുതിയതായി ആരെങ്കിലും എൻ്റെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. കുറുമ ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇതവിടെ സ്റ്റൗ ഓൺ ചെയ്ത് ഇതുപോലൊരു പാത്രം വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ പാത്രം ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം. ഈ എണ്ണ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് സ്പൈസസ് ചേർത്ത് കൊടുക്കാം. കറുവപ്പട്ട ഒരു 3-4 ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 5-6 ഏലക്കായും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതുപോലെ തന്നെ കുറച്ച് ഗ്രാമ്പൂ കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ഈ വെളിച്ചെണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കാം. സ്പൈസസ് ഒക്കെ മൂപ്പായി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പച്ചമല്ലി കൂടെ ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്ന സമയത്ത് തീ ഒന്ന് കുറച്ച് വെക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട്. മല്ലിപ്പൊടിയൊക്കെ മൂപ്പായി വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 6 അല്ലി വെളുത്തുള്ളിയാണ്. അതുപോലെ തന്നെ ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞു വെച്ചതാണ്. ഇനി ഇത് നല്ലപോലെ ഒന്ന് എണ്ണയിൽ മൂപ്പിച്ചെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നല്ലപോലെ മൂപ്പായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് കട്ട് ചെയ്തിട്ടുള്ള സവാള ഇട്ട് കൊടുക്കാം. 1.5 കഷ്ണം ഉള്ളിയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഇതൊന്ന് നല്ലപോലെ വഴറ്റിയെടുക്കാം. ഇത്രയും ആയി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഇനി കട്ട് ചെയ്തിട്ടുള്ള പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കാം. ഞാനിതിലേക്ക് 5 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. ഇനി ഈ കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഇത്രയും മതി. ഇനി ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഉള്ളിയും പച്ചമുളകൊക്കെ നല്ലപോലെ വാടി വന്നിട്ടുണ്ട്. ഇനി കുറുമയിലേക്ക് ആവശ്യമായിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 600 ഗ്രാം ചിക്കനാണ് എടുത്തിരിക്കുന്നത്. നല്ലപോലെ കഴുകി വൃത്തിയാക്കി ഊറ്റി വെച്ചതാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ എടുത്തിരിക്കുന്നത് തൊലി കളഞ്ഞ ഉരുളക്കിഴങ്ങാണ്. വലിയ സൈസിലുള്ള ഒരു ഉരുളക്കിഴങ്ങാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ബീഫ് കൊണ്ടാണ് നമ്മൾ ഈ കുറുമ ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ മെത്തേഡ് തന്നെ ഉപയോഗിച്ചാൽ മതി കേട്ടോ. ഇതൊന്ന് മസാലയുമായിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാലയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരക പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി ചിക്കൻ വേവിച്ചെടുക്കുന്നത് തേങ്ങാപ്പാലിലാണ് കേട്ടോ. തേങ്ങാപ്പാലിൻ്റെ 2ാം പാൽ ഉപയോഗിച്ചിട്ടാണ് ആദ്യം ഞാനിത് വേവിച്ചെടുക്കുന്നത്. ഒരു തേങ്ങയുടെ പാലാണ് ഞാൻ ഈ ഇസ്തി കറി ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇങ്ങനെ മൂടി വെച്ചതിന് ശേഷം ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനിത് അടച്ചു വെച്ചിട്ട് 20 മിനിറ്റിന് ശേഷമാണ് തുറക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ചിക്കനും ഉരുളക്കിഴങ്ങൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലുള്ള ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് മാറ്റി വെക്കണം കേട്ടോ. എന്തിനാന്ന് വെച്ചാൽ ഇതൊക്കെ ഒന്ന് ഉടച്ചെടുക്കണം. ഉടച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ ഞാനിത് നല്ലപോലെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ കറി കുറച്ചുകൂടെ കട്ടിയുള്ളതായിട്ട് തോന്നും. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഈ സമയത്ത് ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് പൊടിയാണ് കേട്ടോ. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള തൈര് കൂടെ ഒഴിച്ച് കൊടുക്കാം. ഒരു 1/4 കപ്പ് തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് തിളപ്പിച്ചതിന് ശേഷം 1-ാം പാൽ കൂടെ ചേർത്ത് കൊടുക്കാം.
കറി നല്ലപോലെ തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ കറിയിലേക്ക് അല്പം പോലും വെള്ളം ചേർത്ത് കൊടുത്തിട്ടില്ല. പക്ഷേ ഇത് കണ്ടാൽ വെള്ളം കൂടുതലുള്ളത് പോലെ തോന്നുന്നുണ്ടാവും. കുഴപ്പമില്ല, കുറച്ച് കഴിഞ്ഞാൽ അത് തിക്കായിട്ട് വരും. ഫുള്ള് തേങ്ങാപ്പാലിലായതുകൊണ്ടിട്ട് തന്നെ നമ്മുടെ കുറുമ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇനി ചിക്കൻ വാങ്ങുന്ന സമയത്ത് ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം ഒരുപാട് നേരം തിളപ്പിക്കാനായിട്ട് വെക്കുന്നുണ്ട്. അങ്ങനെ വെക്കുന്ന സമയത്ത് പാല് പിരിഞ്ഞു പോവും. അപ്പോൾ ഇത് ഇത്രയും മതി കേട്ടോ. ഇത്രയും ആയി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ഈസ്റ്റ് കറി ഇതാ ഇവിടെ നല്ല അടിപൊളിയായി റെഡിയായി വന്നിട്ടുണ്ട്. കറികളിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കറിയാണ് കേട്ടോ ഇത്. പൊറോട്ടയ്ക്കും നെയ്ച്ചോറിനൊക്കെ പറ്റിയ നല്ല അടിപൊളി കോംബോയാണ് കേട്ടോ ഇത്. ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഉപ്പ് നോക്കാവുന്നതാണ് കേട്ടോ. ഉപ്പ് കുറവുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് തിളച്ചത് ഇത്രയും മതി കേട്ടോ. ഇനി നമുക്കിതൊന്ന് വറവിട്ടെടുക്കണം. അതിനായിട്ട് ഞാൻ ഈ പാത്രം ഒന്ന് അടുത്ത അടുപ്പിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. വറവിടാനായിട്ട് ഞാനിതാ ഈ ഒരു പാനാണ് എടുത്തിരിക്കുന്നത്. ഇത് ചൂടായി വരുന്ന സമയത്ത് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഉള്ളി ഒരു ബ്രൗൺ നിറമായി വരുന്ന സമയത്ത് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് കുറുമയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഫൈനലി നമ്മുടെ ചിക്കൻ കുറുമയുടെ റെസിപ്പി ഇവിടെ പൂർണ്ണമായിട്ടുണ്ട്. ഇത് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അതിനുശേഷം നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ കുറുമ നല്ല അടിപൊളിയായിട്ട് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ എൻ്റെ ഇന്നത്തെ ചിക്കൻ കുറുമയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും എല്ലാവർക്കും ബായ്.